ഹലോ ഗൈസ്, അപ്പൊ ഒരു ദിവസമെങ്കിലും ലീവ് കിട്ടിയ ഞാൻ എന്റെ നാട്ടിലേക്ക് വരും. അങ്ങനെ നാട്ടിൽ വന്നിട്ടുള്ള ഒരു ദിവസമാണ് ഉമ്മയായിട്ട് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. വേറെ എവിടെയല്ല, എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ്. ഫ്രണ്ട് മാത്രമല്ല, അവൾ എന്റെ കസിൻ ആണ്. അപ്പൊ ഉമ്മീനെയൊക്കെ കണ്ടിട്ട് കുറെ നാളായി. അങ്ങനെ അങ്ങോട്ടേക്കാണ് പോയത്. ഞാൻ ഈ ഉമ്മി എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഏതാണ് ഈ ഉമ്മിയെന്ന്. ഇതാണ് ഈ ഉമ്മി. ആ നടുക്ക് നിൽക്കുന്ന സ്പെക്സ് ഒക്കെ വെച്ചിട്ടുള്ള അതാണ് ഞങ്ങളുടെ സന്തൂർ മമ്മി. ഞങ്ങൾ ഫ്രണ്ട്സ് ഉമ്മീനെ കൊണ്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യര് നമ്മളെ വായി നോക്കത്തില്ല. എല്ലാ ചെക്കന്മാരും ഉമ്മിയുടെ പിറകെ ആയിരിക്കും പോവുക. അപ്പൊ പറഞ്ഞു വന്നത് മാഷാഅല്ലാഹ് നമ്മുടെ ഉമ്മീനെ ആരും കണ്ണു വെക്കല്ലോ. അങ്ങനെ ഞാൻ എന്റെ സ്വന്തം ഉമ്മ പിന്നെ എന്റെ കസിൻ ഉമ്മയൊക്കെ ആയിട്ട് നമ്മൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് ലുലു മാളിലൊക്കെ ഒന്ന് പോയി കറങ്ങി അടിച്ചു ഗൈസ്. ഇവളാണ് അവൾ, എന്റെ ഫ്രണ്ടും കസിനുമായ എന്റെ സ്വന്തം ഫറ. ഞങ്ങൾ പോയ ദിവസം ലുലു അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു, ഗർഭ അങ്ങനെ എന്തോ സംഭവമാണ്. അങ്ങനെ എന്തോ ഒരു പ്രോഗ്രാം ഡാൻസ് ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം അത് വാച്ച് ചെയ്ത് നിന്നിട്ട് ഞങ്ങള് കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി. ശേഷം നേരെ പോയത് നമ്മുടെ ക്യാപിറ്റൽ മന്തി ഹൗസിലാണ്. അവിടെ നല്ല അടിപൊളി മസാല ഷവായി കിട്ടും. അപ്പൊ മസാല ഷവായിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. ഫുഡ് വെയിറ്റ് ചെയ്യുന്നതിനിടയിൽ എന്റെ ഉമ്മ അത്യാവശ്യം നല്ല ടെൻസ്ഡ് ആയിരുന്നു ഗൈസ്. വേറെ നല്ല വീട്ടിൽ പോയിട്ട് വാപ്പ സീനാക്കോ എന്നുള്ളൊരു ടെൻഷൻ ആയിരുന്നു ഉമ്മാക്ക്. വേറെ ഒന്നുമല്ല, അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ വേഗം എത്തിച്ചേരാന്ന് പറഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഗൈസ്. കണ്ടോ, എല്ലാം ഫുൾ കാലിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫറയുടെ പ്ലേറ്റില് എല്ലെങ്കിലും ഉള്ളത് ഭാഗ്യമായി. ഫുഡൊക്കെ കഴിച്ചു, നല്ല എൻജോയ് ഒക്കെ ചെയ്ത് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി യാത്രയൊക്കെ ആക്കിയിട്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.